Hello, hi friends, welcome back to CMS Creations. It's me, Shuhaid Siam. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഒക്ടോബർ 2023 നടന്ന എക്സാമിൻ്റെ സോൾവ്ഡ് പ്രോബ്ലംസിൻ്റെ അഞ്ചാമത്തെ പാർട്ടാണ്. അഥവാ നമ്മുടെ പ്രോബ്ലം ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ 50 ക്വസ്റ്റ്യൻസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും ഈ ഒക്ടോബർ 2023 മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ PYQ ക്വസ്റ്റ്യൻ്റെയും വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കേടെറ്റ് മാത്തമാറ്റിക്സ് PYQ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സിലബസ് ക്ലാസ്സുകളുടെ ലിങ്കും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൻ്റെ. നിങ്ങൾക്ക് അതിലൊക്കെ കയറിയാണ്ട് വീഡിയോസ് കാണാം. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ 110 നിർത്തിയിരുന്നത്. നമ്മൾ ഇന്ന് 111 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇൻ എനി സ്ക്വയർ ദ പെരിമീറ്റർ ഈസ് 4 times ദ ലെങ്ത് ഓഫ് എ സൈഡ്. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിൻ്റെ 4 times ആണ്. നമ്മൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ? അത് P = 4A. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡ്. അപ്പം നമ്മളുടെ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു സൈഡിൻ്റെ 4 times ആണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. In any square, the ratio of the length of a side to the perimeter is 1:4. അതും കറക്റ്റ് അല്ലേ? ഇപ്പോൾ സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:4 ആണ്. ഓക്കെ, in any square, the ratio of the length of the side to the perimeter is 1:4. അല്ലെ? സൈഡ് 1 ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ എത്രയാ? 1 × 4 4 ആണ്. സൈഡ് 2 ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ എത്രയാ? അല്ലെ, സൈഡ് 1 ആണെങ്കിൽ എവിടെ 1 ആണെങ്കിൽ പെരിമീറ്റർ 4 ആണ്. 4 × 1. സൈഡ് 2 ആയാൽ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ പെരിമീറ്ററിനെ 2 ആയിട്ട് ഗുണിക്കണം. 2 × 4 8 ആണ്. സൈഡ് 3 ആയാൽ 3 × 4 12 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ബി സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി സി, ദ ലെങ്ത് ഓഫ് ദ സൈഡ് ആൻഡ് ഏരിയ ഓഫ് ദ സ്ക്വയർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ഏരിയ എന്ന് പറയുന്നത് സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ വേരിയസ് പ്രൊപ്പോർഷണലി ആസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. പെരിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിനനുസരിച്ച് പ്രപ്പോർഷണൽ ആയിട്ടാണ് കൂടുന്നത്. പെരിമീറ്റർ പ്രപ്പോർഷണൽ അല്ലേ? റേഷ്യോ സെയിം ആണെന്നുണ്ടെങ്കിൽ പ്രപ്പോർഷണൽ ആണെന്നാണല്ലോ. സൈഡ് 1 ആയപ്പോൾ പെരിമീറ്റർ 4 ആയി, സൈഡ് 2 ആയപ്പോൾ പെരിമീറ്റർ എത്രയാണ്? 8 ആണ്. ഇവിടുത്തെ റേഷ്യോ 1:4 തന്നെയല്ലേ? അപ്പോൾ അത് പ്രപ്പോർഷണൽ അല്ലേ? അല്ലേ? അപ്പോൾ ഇതിലാ കറക്റ്റ് ആൻസർ അഥവാ തെറ്റായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അഥവാ ദ ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ are scaled by the same factor. ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നതും സൈഡ് എന്ന് പറയുന്നതും ഒരേ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടാണ്. അല്ല, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ്. അപ്പം അതെങ്ങനെ ഒരേ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടാകും? ഒരേ സ്കെയിൽ ഫാക്ടർ എന്ന് വെച്ചാൽ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ്, സ്ക്വയർ ആണത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ വരുന്നത്, അതായത് തെറ്റായിട്ടുള്ളത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? Option C, the length of a side and area of square are scaled by the same factor. നമ്മളുടെ ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം, which among the following fraction is in between 3 and 4 in the given number line? തന്നിട്ടുള്ള നമ്പർ ലൈനിൽ 3ക്കും 4നും ഇടയിൽ വരുന്ന ഫ്രാക്ഷൻ ഏതാണ്? മക്കളെ ശ്രദ്ധിച്ചേ, 3ക്കും 4നും ഇടയിൽ വരണം എന്നുണ്ടെങ്കിൽ അത് 3 പോയിന്റ് സംതിങ് ആവണ്ടേ? ഈ 7/2 ഒന്ന് എടുത്തേ നിങ്ങൾ. 7/2, 7ൽ എത്ര 2 ഉണ്ട്? അത് 3 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ 7/2ന് ചാൻസ് ഉണ്ട്. അടുത്ത് 7/4 എന്ന് പറഞ്ഞാൽ 7ൽ എത്ര 4 ഉണ്ട്? 7ൽ ഒരു 4 ഉള്ളൂ. അപ്പൊ 1 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ ബിക്ക് ചാൻസ് ഇല്ല.
ഇനി 7/5 7ലും ഒരു 5 ഉള്ളൂ, അപ്പോൾ ഇതിനും ചാൻസ് ഇല്ല, 1 പോയിന്റ് ആണ് വരിക. 7/6 1 പോയിന്റ് ആണ് വരിക, അതിനും ചാൻസ് ഇല്ല. അപ്പോൾ ആർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ? 7/2, ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ കട്ട് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻടു 2 പാർട്സ് 3 and 4 centimeter length. The length of the perpendicular is. നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ റൈറ്റ് കോർണറിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് സൈഡിനെ 3, 4 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു എങ്കിൽ ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എത്രയെന്നാണ് ചോദ്യം. ഇതിൽ ഈക്വൽ ആയിട്ടുള്ള കോണുകൾ ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് ഞാനത് എങ്ങനെ അടയാളപ്പെടുത്തിയതെന്ന്. ഇതിൽ ഒരു കോൺ, ഇത് ടോട്ടൽ 90 ആണല്ലോ, അതിൽ ഒരു കോണിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ഇപ്പുറത്തെ എത്രയായിരിക്കും? 90 - x ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിളിനെ ഞാൻ എടുത്തു. ഓക്കെ, ആ ട്രയാങ്കിൾ എടുത്തപ്പോൾ ഒരാൾ ഇവിടെ 90, ഒരാൾ ഇവിടെ ഇത് 90 ഡിഗ്രി ആണല്ലോ, പെർപെൻഡിക്കുലർ അല്ലേ. ഒരാൾ 90 - x, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. കാരണം 180 ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ, 180 ആണ് ടോട്ടൽ ഉണ്ടാവുക BCDയിൽ. അതിൽ ഒന്ന് 90 ആണ്. അപ്പോൾ 180 - 90 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും മക്കളെ? 90 ഉണ്ടാവും. അതിൽ ഒരാൾ 90 - x ആണെന്നുണ്ടെങ്കിൽ മറ്റാൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി ഇപ്പുറത്തും ഇതും ഒരു ട്രയാങ്കിൾ ആണ്, ഒരു ആംഗിൾ 90, ബാക്കി ഇനി രണ്ടും കൂട്ടിയ 90. അതിന് ഒരാൾ ഇവിടെ എക്സ്, അപ്പോൾ ഇപ്പുറത്ത് എത്രയായിരിക്കും? 90 - x. ഇപ്പോൾ നോക്കിയേ, ഈ രണ്ട് ത്രികോണങ്ങളുടെയും എല്ലാ കോണുകളും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ സിമിലർ ആണ്. അങ്ങനെയെങ്കിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അപ്പം ഞാനിവിടെ റേഷ്യോ എഴുതി കേട്ടോ. ആദ്യം ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് DC. അപ്പോൾ ഇവിടുത്തെ എക്സിന് ഓപ്പോസിറ്റ് ആരാ? AD. ഇനി ഇവിടുത്തെ 90 - x ഓപ്പോസിറ്റ് ആരാ? DB. ഇവിടെ 90 - x ഓപ്പോസിറ്റ് ആരാ? DC. ഇനി ക്രോസ് ചെയ്തു, DC × DC, DC സ്ക്വയർ. ആദ്യം വാല്യൂ കൊടുത്തു, സോറി, AD 3 ആണ്, DB 4 ആണ് കേട്ടോ. ഇനി DC × DC, DC സ്ക്വയർ, 4 × 3 12. ഓക്കെ, ഇവിടെ ഒക്കെ റൂട്ടിൻ്റെ പുറത്തൊരു നമ്പർ ഉണ്ട്, അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ഞാൻ ചെയ്യുന്നില്ല. DC എന്ന് പറഞ്ഞാൽ √4 × 3 എന്നാക്കി. 4നെ റൂട്ടിന് പുറത്തെടുക്കുക, 4ന്റെ റൂട്ട് എത്രയാ? 2. അപ്പോൾ DC = 2√3. 2√3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിലില്ലേ? ഓപ്ഷൻ സി. അപ്പോൾ നമ്മളുടെ പെർപെൻഡിക്കുലർ ലെങ്ത് എത്രയാ? 2√3. ഓപ്ഷൻ സി, 2√3. ഓക്കെ, നാലാമത്തെ ചോദ്യം, ദ ഡെസിമൽ ഫോം ഓഫ് 1/5, 1/5², 1/5³. അപ്പോൾ ഡിനോമിനേറ്ററിലെല്ലാം 5കളാണ്. നമ്മൾ 9ാം ക്ലാസ്സിലെ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഡിനോമിനേറ്ററിൽ 5 ആണെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 2 ആണെങ്കിലോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് 5 ആണ്, അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര 5 ഉണ്ടോ അത്രയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ആകും? 1 ഇവിടെ ഒരു 5 അല്ലേ ഉള്ളൂ ഫസ്റ്റത്തേൽ, അപ്പോൾ 1 × 2 / 5 × 2. രണ്ടാമത്തേൽ എത്ര 5 ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 5² എന്നാകുമ്പോൾ 2², 2². മൂന്നാമത്തേലും 3 എണ്ണം, അപ്പോൾ 2³ 2³. 1 × 2 2 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 2ന്റെ ക്യൂബ് 8 ആണ്. ഓക്കെ, ഇനി താഴെ എത്ര 5ഉം എത്ര 2ഉം ഉണ്ടോ അത്രയും 0. അപ്പോൾ 1 × 2 2, 5 × 2 10. 2ന്റെ സ്ക്വയർ 4, 4 × 1 4. എത്ര 5ഉം എത്ര 2 ഉണ്ട്? 2 എണ്ണം, അപ്പോൾ 100. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്, 8 × 1 8 ആണ്. എത്ര 5ഉം എത്ര 2 ഉണ്ട്? 3 എണ്ണം, അപ്പോൾ 3 0 അഥവാ 1000. ഇതിനെ പോയിന്റ് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക, അപ്പോൾ 0.2, 0.04, 0.008 അല്ലേ. ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.2. ഇവിടെ 2 സ്ഥാനം, അപ്പോൾ ഒരു 0 ഇട്ടിട്ട് 2 നമ്പർ. ഇവിടെ 3 സ്ഥാനമാണ്, അപ്പോൾ 2 0 വരും. ഓക്കെ, ഇതെല്ലാം കൂടി താഴെ എഴുതി കൂട്ടിയാൽ മതി. 0.2, 0.04, 0.008. ഓക്കെ, അപ്പോൾ 8, 4, 2.0, 0.248. ഓപ്ഷൻ സി. അഞ്ചാമത്തെ ചോദ്യം, ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ ഈസ് 2 മീറ്റർ. ദ ഏരിയ ഓഫ് ദ അൺഷെയ്ഡഡ് റീജിയൻ ഈസ്. അപ്പോൾ ടോട്ടൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. ഇവിടെ എത്ര ഭാഗമുണ്ട്? 4 ഭാഗങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു വൃത്തത്തിൻ്റെ 4ൽ 1 ഭാഗമാണിത്.
ഇതും 4-1, ഇതും 4-1, ഇതും 4. അങ്ങനെ 4-4-1 ചേരുമ്പോൾ അതൊരു സർക്കിൾ ആവില്ലേ അല്ലേ? 4 ഷെയ്ഡഡ് പാർട്സ് ഫോം എ സർക്കിൾ. അപ്പോൾ അവിടെ ഒരു സർക്കിളിൻ്റെ ഏരിയ എടുത്തൂടെ? സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr². ഇവിടുത്തെ റേഡിയസ് എത്രയാ? ടോട്ടൽ ലെങ്ത് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ റേഡിയസ് 1 ആണ്. അപ്പോൾ π × 1² അഥവാ π എന്ന് കിട്ടും. സ്ക്വയറിൻ്റെ ഏരിയ 2 × 2 4 ആണ്. അപ്പോൾ അൺഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാൻ ടോട്ടൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അഥവാ 4 - π. ഓപ്ഷൻ ഡി 4 - π. ആറാമത്തെ ചോദ്യം, എ ക്വാർട്ടർ ഓഫ് സർക്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ ഇസ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ആൻഡ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ? ഒരു സർക്കിളിൻ്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-1 ഭാഗം മടക്കിങ്ങാണ്ട് കോൺ ഉണ്ടാക്കി എങ്കിൽ അതിൻ്റെ ബേസ് റേഡിയസും ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. r/r = x/360. ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഒരു കോണിൻ്റെ കോൺ നമുക്ക് എങ്ങനെ എടുക്കാം? ഇങ്ങനെയാണ് ഒരു കോൺ വരുന്നത്. അത് ഒരു സർക്കുലർ ഷീറ്റിൽ നിന്നും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ 2 എൻഡുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ കോൺ കിട്ടുന്നത്. അപ്പോൾ ഈ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ലെറ്റർ Rഉം ക്യാപിറ്റൽ ലെറ്റർ Rഉം തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ Rന് ഈക്വൽ ആണ്. അപ്പോൾ r/r = x/360. എക്സ് എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ. ഒരു സർക്കിളിൻ്റെ 4-1 ഭാഗം എന്ന് പറയുമ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 90 ആണ്. ഓക്കെ, അപ്പോൾ ഈ 0 - 0 ക്യാൻസൽ ആയി പോകും. 9നെ നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യാം. 36നെയും 9 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 36ൽ എത്ര 9 ഉണ്ട്? 4. അപ്പോൾ 1/4 അഥവാ 1:4. ഓപ്ഷൻ സി. ഏഴാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ 2 പാരലൽ കോഡ്സ് ആർ ഡ്രോൺ ഇൻ ദ സർക്കുലർ ഓഫ് റേഡിയസ് 5 cm. റേഡിയസ് 5 cm ആയ സർക്കിളിൽ 2 സർക്കുലർ കോഡുകളുണ്ട്. ഒന്നിൻ്റെ സൈഡ് 8 ആണ്, ഒന്നിൻ്റെ ലെങ്ത് 6 ആണ്. എങ്കിൽ ഈ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. ഞാൻ ഈ ചിത്രത്തെ ഒന്ന് മാറ്റി വരച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്കൊരു പൈതഗോറസ് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പൈതഗോറസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ലെങ്ത് കിട്ടും, ഇവിടെ ഒരു ലെങ്ത് കിട്ടും. ഈ 2 ലെങ്ത്തുകൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. പോരെ അല്ലേ? അപ്പോൾ ഞാൻ അവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. a² + b² = h². ഫസ്റ്റത്തേൽ കൊടുത്തു. എനെ ഞാൻ 4 ആക്കിയിട്ട് എടുത്തു. അപ്പോൾ 4², b നമുക്കറിയില്ല. ഓക്കെ, = 5². 4ൻ്റെ സ്ക്വയർ 16 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഇനി 5നെ അപ്പുറം കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ 25 - 16 9 കിട്ടും. സോ b² = 9. b² 9 ആണെന്നുണ്ടെങ്കിൽ b എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ 3. ഓക്കെ, ഇനി ഇവിടെ 3 ഇവിടെ 5. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം ഇവിടെ 4 വരുള്ളൂ. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയോ. b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ സ്ക്വയർ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 25 - 3² 9, 16 കിട്ടും. അപ്പോൾ 4. അപ്പോൾ 4ഉം 3ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാ? 7 cm. Then എട്ടാമത്തെ ചോദ്യം, the equation of a circle x - 6 the whole square plus y - 4 the whole square = 25. Which among the following is not a point on the circle? താഴെ തന്നിട്ടുള്ളത് ഈ സർക്കിളിൽ പെടാത്ത പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ഞാൻ എടുത്തു. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഈ ഇക്വേഷനിൽ നമ്മൾ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ 1,4 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ് കേട്ടോ. എവിടെ 1 പോയിന്റ് പറയുന്ന പോയിന്റ് എടുക്കണം. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ x 1 ആണ്. 1 - 6 പ്ലസ് y 4 ആണ്. 4 - 4. 1 - 6 പോയാൽ -5 എന്ന് കിട്ടും. എത്ര കിട്ടുക? -5 ഇതാ. -5ൻ്റെ സ്ക്വയർ 4 4 0. -5ൻ്റെ സ്ക്വയർ എത്രയാ? 25 + 0 25. അപ്പോൾ ഇതുണ്ട് 1 4 സർക്കിളിലാണ്. അടുത്ത 10 4 കൊടുത്തു. അപ്പോൾ 10 - 6 4 - 4. 10 - 6 പോയാൽ 4 4 4 പോയാൽ 0. 4ൻ്റെ സ്ക്വയർ 16. 16 + 16 16 ആണ്. പക്ഷെ നമുക്ക് വേണ്ടിയിരുന്നത് 25 ആണ്. ഇക്വേഷനിൽ എത്രയാ? 25 ആണ്. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് നമ്മളുടെ ആൻസർ? ഇതാ ഈ 10 4 ആണ് വൃത്തത്തിലല്ലാത്ത പോയിന്റ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിർത്തിയാൽ മതി കേട്ടോ. 6 - 6 0 കിട്ടും. -1 - 4 -5 കിട്ടും. 25 20. അത് സർക്കിളിലാണ്. then 6 - 6 0 കിട്ടും. 9 - 4 പോയാൽ 5. 5ൻ്റെ സ്ക്വയർ 25. അതും സർക്കിളിലാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. ഓക്കെ, ഇനി എ ക്ലാസ് ഹാസ് 4 more girls than boys. ഇത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. പെയർ ഓഫ്
പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതേപോലെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് 119ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. 9ാം ക്ലാസ്സിൽ എ ക്ലാസ് ഹാസ് 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice that of boys. How many girls and boys are there in the class? അത് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള കണ്ടീഷൻ, ബോയ്സിനെ ഞാൻ എക്സ് നിർത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗേൾസ് എന്തായിരിക്കും 4 more girls than boys. ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ്. അപ്പോൾ x+4 എന്ന് വരും. ഒരു ദിവസം 8 ബോയ്സ് ആബ്സെന്റ് ആയി. ഓക്കെ, ആകെ എക്സ് കുട്ടികളെ ഉള്ളൂ ബോയ്സ്. അപ്പോൾ അതിൽ 8 എണ്ണം പോയാൽ ബാക്കി എത്ര ബോയ്സ് ഉണ്ടാവും? x-8 ഉണ്ടാവും. ഗേൾസ് എന്തോ ഭാഗ്യത്തിന് അന്ന് എല്ലാവരും വന്നിക്കണ്, അത് x+4 തന്നെയാണ്. ഓക്കെ, അന്നേ ദിവസം ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിന്റെ ഇരട്ടിയാണ്. ട്വൈസ് ദാറ്റ് ബോയ്സ്. ഗേൾസിന്റെ വാല്യൂ എത്രയാ? x+4. അത് ഇവിടെ കൊടുക്കുക, x+4. ബോയ്സ് x-8, അത് ഇവിടെയും കൊടുക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 2 × x 2x, 2 × 8 16. അപ്പോൾ -16 വരും. ഈ -16 ഞാൻ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, എക്സിനെ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു. മൈനസ് പ്ലസ് ആവും, ഈ പ്ലസ് എക്സ് ഇപ്പുറം വരും, -x ആവും. 16ക്ക് 4 കൂട്ടിയാൽ 20 കിട്ടും. 2x എന്നൊരു x പോയ x. അപ്പോൾ എക്സ് കിട്ടി. എക്സ് എന്താ? ബോയ്സ് ആണ്. ബോയ്സിന്റെ എണ്ണം 20 ആണ് അല്ലേ? നമ്മൾ ആദ്യം ചോദിച്ചോ ഹൗ മെനി ഗേൾസ് ആൻഡ് ഹൗ മെനി ബോയ്സ് എന്നാണ്. ബോയ്സിന്റെ എണ്ണം 20 വരുന്ന 2 ഓപ്ഷൻ നമ്മളുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെയാണ് ബോയ്സ് കേട്ടോ. ബോയ്സിന്റെ എണ്ണം 20 വരുന്ന 2 ഓപ്ഷൻ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗേൾസിന്റെ എണ്ണം കാണണം. ഗേൾസ് എന്താ? x+4. അപ്പോൾ 20 + 4 24. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് വരിക. ബി തെറ്റാണ്. ഇതിലെ ലാസ്റ്റ് ചോദ്യം പ്രോബ്ലം ബേസിൽ ലാസ്റ്റ് ചോദ്യമാണ്. ABCD ആർ പോയിന്റ്സ് ഓൺ സർക്കിൾ വിത്ത് സെൻറ്റർ O. ABCD എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റ് ആണ്. സെൻറ്റർ AOB 86 ആണ്. ADB എത്രയാണെന്ന് കാണുന്നത്? ഈ ആംഗിൾ എത്രയാണെന്ന് കാണണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്ററിൽ എത്രയാണ് അതിൻ്റെ പകുതി ആയിരിക്കും മുകളിൽ. ഇനി ഈ 2 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ സെൻറ്ററിൽ 86 ആണെന്നുണ്ടെങ്കിൽ ACB 86ന്റെ പകുതി 43 കിട്ടും. ഇനി ADBയും ACBയും കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ 180 43 കുറക്കുക, 137. ഓപ്ഷൻ ഡി 137 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ PYQ ക്വസ്റ്റ്യൻസിൻ്റെയും ലിങ്ക് ഒരു വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, എൻഡ് സ്ക്രീനിലും വരും. ഓക്കെ, അതൊക്കെ കണ്ടുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കട്ടെ. വേറൊന്നും കൊണ്ടല്ല, അതിൽ സൈക്കോളജിയുടെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാറ്റഗറി 3 പാർട്ട് 2 മലയാളം ഇംഗ്ലീഷ് അതിൻ്റെയും കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും പ്ലേലിസ്റ്റ് ആയിട്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, മാത്സുകാർക്ക് പിന്നെ വേറെ വീഡിയോസും നമ്മളുടെ ചാനലിലുണ്ട്. അഥവാ SCERT ആൻഡ് NCERT 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സോൾവ്ഡ് പ്രോബ്ലംസ് നമ്മളുടെ ചാനലിൽ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് ഓരോ ദിവസവും. നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം? റെഫർ ചെയ്യാം മാത്സ് പഠിക്കുന്നവർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. കേട്ടിട്ട് അപ്ലൈ ചെയ്ത് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു all the very best. And thank you for watching this video. See you soon. Bye bye.